സൂര്യ ഭാവനയോട് ചോദിക്കുന്നുണ്ട്, എന്ത് തീരുമാനിച്ചു നിന്റെ മോഹൻ മാമിന്റെ കാര്യം, അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഭാവന പറയാണ്, അവരെന്തായാലും ഇപ്പോൾ നമ്മൾ ആ വിവരം അറിഞ്ഞ കാര്യം മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും അവരോട് പറയണം. അറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ സ്വഭാവം മാറും എന്ന് പറയാണ്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അത് പിന്നെ ഷുവറല്ലേ ഭാവന, ഇത്രയും നാൾ കയ്യിൽ കോടികളല്ലേ വെച്ചോണ്ടിരുന്നത്. അത് പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയാൽ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? ഇനി എന്തായാലും അവർ അടങ്ങിയിരിക്കാനൊന്നും പോകുന്നില്ല. ശക്തമായി തന്നെ പ്രതികരിക്കും. നാളെ എന്താണ് പ്ലാൻ? അവിടെ പോയി സംസാരിക്കാനാണോ? അപ്പോൾ ഭാവന പറയുന്നത്, സംസാരിക്കണമല്ലോ, മോഹൻ മാമൻ വിളിച്ചിട്ടല്ലേ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, താൻ വീട് കയറി തല്ലിയ കാര്യമൊന്നും അവർ മറന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ വേണം പോകാൻ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഇനി എന്തായാലും അവർ നോക്കിയും കണ്ട് തന്നെ പെരുമാറുകയുള്ളൂ സൂര്യ. ചോദിക്കാനുള്ളത് ഇപ്പോൾ തന്നെ ചോദിക്കണം, അതേ ശരിയാവുകയുള്ളൂ. അപ്പോൾ നാളെ എന്താണ് അവരോട് ചോദിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കേണ്ട സൂര്യ. ഇത്രയും നാൾ താങ്കൾ എന്തിന്റെ പേരിലാണ് ഈ വസ്തു സൂക്ഷിച്ചിരുന്നത് എന്ന് എനിക്ക് ചോദിക്കണം. അവരെന്താ പറയുന്നതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ സൂര്യ പറയുന്നത്, എന്ത് പറയാൻ, ഇത്രയും കാലം അവർ കൂടെ അവകാശപ്പെട്ടതാണ് അവർ നോക്കി നടത്തിയത് എന്ന് പറയും. ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നിസ്സാരൂപക്ക് വേണ്ടി വരെ തമ്മിൽ തല്ലുകയാണ്. ഭാവന പറയുന്നുണ്ട്, ഇനി അഥവാറ്റ് അവർ കൈവിട്ട് കളിക്കുകയാണെങ്കിൽ നമ്മൾ നിയമത്തിന്റെ കൂടെ പോകും. ഭാനുവിനെ അവർ ഇതിന്റെ ഉള്ളിൽ ബുദ്ധിപൂർവ്വം പെടുത്തിയത് കൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ ഒരു പേടി ഇപ്പോഴും എനിക്കുള്ളിലുണ്ട് എന്ന് പറയട്ടെ ഭാവന. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഭാനു ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ അവൻ അകത്താണ് ഭാവന. അത്രക്കും വലിയ ചീറ്റിംഗല്ലേ അവർ ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ. എന്നാലും ആ വസ്തുവിന് വേണ്ടി അച്ഛനും മോനും കൂടി എത്ര തറ വേലയാണ് ഇപ്പോൾ കളിച്ചിരിക്കുന്നത് നോക്കിക്കേ. അങ്ങനെ അവർ ഓരോ കാര്യം സംസാരിക്കാണ്ട്. അപ്പോൾ ഭാവന പറയുന്നത്, സൂര്യ വാ, ഇനി നമ്മളും കൂടിയുള്ള ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ സൂര്യൻ കൂടിയിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ്. സൂര്യയും ഭാവനയും മോഹന്റെ വീട്ടിൽ വന്ന് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട്, ഭാവന ഇങ്ങനെ ഒരു വരവിന്റെ ആവശ്യമുണ്ടായിരുന്നോ? അപ്പോൾ ഭാവന പറയുന്നുണ്ട്, വേണം സൂര്യ. ആ വസ്തു എവിടെയാണെന്നും അതിന്റെ ഇപ്പോഴത്തെ വാല്യൂ എന്താണെന്നും നമ്മൾ അറിഞ്ഞു എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ചുമ്മാതല്ലല്ലോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് മോഹൻ മാമൻ വിളിച്ചിട്ടല്ലേ, അതുകൊണ്ട് നോക്കിക്കോ, നമ്മൾ നല്ല സ്വീകരണത്തിൽ ആയിരിക്കും അവർ തരിക എന്ന് പറയാൻ. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ മോഹൻ അവിടേക്ക് വരാൻ. ആ ഭാവന, സൂര്യ നിങ്ങൾ എത്തിയോ, വാ അകത്തേക്ക് എന്ന് പറഞ്ഞ് സന്തോഷപൂർവ്വം അവരെ സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്താൻ കേട്ടോ. ശേഷം ഭാവന ചോദിക്കുന്നുണ്ട്, എന്താ മാമ എന്തിനാ ഞങ്ങളോട് വരാൻ പറഞ്ഞത്? അപ്പോൾ മോഹൻ പറയുന്നുണ്ട്, രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എന്നോട് വരാൻ പറഞ്ഞത്. ഒന്ന്, അമ്മയോട് ഭാവന സംസാരിക്കാമെന്ന് പറഞ്ഞു, അത് എന്തായി എന്നറിയണം. രണ്ട്, കഴിഞ്ഞതെല്ലാം മറന്ന് ഭാനുവിന്റെയും ജയേഷിന്റെയും കല്യാണത്തിനെ കുറിച്ച് ഒന്നുകൂടെ നമുക്കൊന്ന് ആലോചിക്കണം. സത്യം പറഞ്ഞാൽ ഒന്നും മനഃപൂർവ്വം സംഭവിച്ചതല്ല, എല്ലാം അങ്ങ് സംഭവിച്ചു പോയതാണ് എന്ന് പറയാൻ കേട്ടോ. ഭാവന എന്റെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രാജി എന്ന് വിളിക്കാണ്. അങ്ങനെ മോഹന്റെ ഭാര്യ രാജലക്ഷ്മി അവരെ വീൽ ചെയറിൽ ഉന്തി കൊണ്ടുവരാൻ. ഭാവന അവരെ അടിമുടി ഒന്ന് നോക്കി നിൽക്കാൻ കേട്ടോ. അതേസമയം മോഹന്റെ അമ്മയാകട്ടെ വലിയ അഹങ്കാരത്തോട് കൂട്ടിയുള്ള ഒരു ചിരിയും ചിരിച്ചാണ് അവിടെ നിൽക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ മനസ്സിൽ കണ്ടതുപോലെ തന്നെയാണ് ഭാവനയുടെ രൂപം. ഭാവന ആണോ എന്ന് ചോദിക്കുകയാണ്. അത് കൊള്ളാമല്ലോ, മുത്തശ്ശി എന്താണ് മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. നിന്റെ അച്ഛന്റെ രൂപം തന്നെ. പിന്നെ തന്റെ ഇടം, അതും അച്ഛന്റെ അതേ തന്റെ ഇടം. അതുകൊണ്ടാണല്ലോ നീ ധൈര്യമായിട്ട് ഈ വീട്ടിൽ കയറി വന്ന് ഇവനെയും ഇവന്റെ മോനെയും തല്ലിയത്. അപ്പോൾ മോഹൻ ഇടപെടാട്ടോ, എന്താ അമ്മ ഇതൊക്കെ, അതൊക്കെ കഴിഞ്ഞ കാര്യമില്ലേ, ജയേഷ് ഭാനുവിനോട് എന്തോ മോശമായി പെരുമാറിയത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അപ്പൊ മാമന് കാര്യം മനസ്സിലായി. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഭാവന നമ്മൾ വന്ന കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഇത്രയും പെണ്ണ് തിരിച്ചു പോകാം. അതെ ഞാൻ പറയാം എന്ന് പറയാൻ കേട്ടോ. മാമ അപ്പോൾ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന മോഹൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായില്ല, ആ വിഴിഞ്ഞത്തെ 2.5 ഏക്കർ ഭൂമിയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടത് മോഹൻ ആകെ ഷോക്കാവുകയാണ്, അവന്റെ അമ്മയും ഷോക്കാവുകയാണ് കേട്ടോ. എന്താ മാമ, ആ വസ്തുവല്ലേ മാമന് വേണമെന്ന് പറഞ്ഞത്? സൂര്യ പോയിട്ട് എല്ലാ വിവരങ്ങളും അന്വേഷിച്ചു മാമ. അപ്പോൾ മോഹൻ ചോദിക്കുന്നുണ്ട്, സ്ഥലം ഏതാണൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു അല്ലേ? അപ്പോൾ ഭാവന പറയാണ്, പിന്നെ മാമൻ എന്താ കരുതിയത്? മാമൻ പറഞ്ഞ ഉടൻ തന്നെ അമ്മ വന്ന് എഴുതി തരുമെന്നോ? അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട്, കോടികൾ വില വരുന്ന ആ വസ്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി എന്തൊക്കെ കളികളാണ് നിങ്ങൾ കളിച്ചത്? ഇത് കേൾക്കുമ്പോൾ മോഹൻ ഒന്നും പറയാനില്ല, അവൻ തല താഴ്ത്തി നോക്കി നിൽക്കാൻ കേട്ടോ. അപ്പോൾ അവന്റെ അമ്മ ചോദിക്കുന്നുണ്ട്, പിന്നെന്താ എല്ലാം ഒരു സുപ്രഭാതത്തിൽ വിട്ടുതരുമെന്ന് നിങ്ങൾ വിചാരിച്ചു? അപ്പോൾ മോഹനൻ തടയാണ്ട്, അമ്മ മിണ്ടാതിരിക്കേ. അതൊന്നും കേൾക്കാതെ അവർ വീണ്ടും പറയാണ്, വർഷങ്ങളായിട്ട് ആ സ്ഥലം നോക്കിയത് ഞാനും എന്റെ മോനുമാണ്, അതിനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഭാവന കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, അപ്പൊ ചുമ്മാതല്ല അമ്മയുടെ രണ്ടാനമ്മയുടെ വീരകഥകൾ പറയുന്നത്. അമ്മയുടെ പേരിലുള്ള സ്ഥലം സ്ഥിരമായിട്ട് അങ്ങ് കൈവശം വെക്കാമെന്ന് കരുതിയല്ലേ? അപ്പോൾ മോഹൻ ചോദിക്കുന്നുണ്ട്, ഭാവന ഇനി അതിനെക്കുറിച്ച് ഒരു തർക്കം വേണം, എല്ലാവർക്കും നല്ലതിന് വേണ്ടിയിട്ട് അങ്ങ് സഹകരിച്ചൂടെ എന്ന് ചോദിക്കാൻ. അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട്, ആര് സമ്മതിച്ചാലും അതിന് ഭാനു സമ്മതിക്കില്ലല്ലോ, അവൾ അത്രയ്ക്കങ്ങ് അധപതിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവൾക്കൊരു അബദ്ധം പറ്റി, ജയേഷിനെ പോലുള്ള ഒരു പരമനാറിയെ വിശ്വസിക്കേണ്ടി വന്നു. ഇത് കേൾക്കുമ്പോൾ മോഹനും ഭാര്യക്കും അമ്മയ്ക്കും ദേഷ്യം കയറേണ്ടോ. അദ്ദേഹം പറയുന്നുണ്ട്, സൂര്യ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. സൂര്യ പറയുന്നുണ്ട്, അത് ഞാൻ നോക്കിക്കോളാം, അത് നിങ്ങളാരും അത്ര വലിയ പുണ്യാളന്മാരൊന്നുമല്ലല്ലോ. 100 കോടിക്ക് മുകളിൽ സർക്കാർ വിലയിട്ട പ്രോപ്പർട്ടി ചുളിവിലങ്ങ് കൈക്കലാക്കാമെന്ന് വിചാരിച്ചു അല്ലേ? അപ്പോൾ ഭാവന പറയുന്നത്, മാമൻ എന്തായാലും ഇത്രയും കാലം ആ വസ്തു കാത്തു സൂക്ഷിച്ചത് കൊണ്ട് മാന്യമായ എന്തെങ്കിലും അമ്മ തരും. അപ്പോൾ ആ ചെറിയമ്മ ആർക്ക് വേണം അത് എന്ന് പറയാണ്. അപ്പോൾ ഭാവന ചോദിക്കുന്നതിന്, എന്നാൽ പിന്നെ മൊത്തത്തിൽ അങ്ങ് തന്നേക്കാൻ നിങ്ങൾക്ക് എന്താ മുത്തശ്ശി? എന്നിട്ട് എന്തിനാ മുത്തശ്ശി പോകുമ്പോൾ അത് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിക്കാട്ടോ. അത് കേൾക്കുമ്പോൾ ദേഷ്യം വിതരണം, എടി നിന്നെ ഞാൻ എന്ന് പറയാട്ടോ അവരെ. പിന്നീട് ഭാവന മോഹനോട് പറയുന്നുണ്ട്, മാമ നിങ്ങളോട് എനിക്ക് സഹതാപമേ ഉള്ളൂ, മിനിറ്റുകൾക്കുള്ളിൽ എത്ര വേഷമാണ് കെട്ടിയാടിയത്. മാമൻ എന്തായാലും എത്രയും പെട്ടെന്ന് അമ്മയെ കാണാൻ നോക്കട്ടെ, എന്നിട്ട് അമ്മ എന്താണോ പറയുന്നത് അതുപോലെ ഞാൻ ചെയ്യാം.
വാ സൂര്യ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ. എന്നാൽ മോഹനും ഭാര്യയും അമ്മയും വളരെ കലിപ്പോട് കൂടി നോക്കി നിൽക്കാൻ കേട്ടോ. അത് അതേസമയം ഭാവനയുടെ വീട്ടിലെ സേതു മൂക്കുമുട്ടെ കള്ളും കുടിച്ച് വന്നിറങ്ങാൻ. ഇത് കാണുന്ന മായും ഗായത്രിയും ദേഷ്യപ്പെടുകയാണ്. രമേശിനോട് ചോദിക്കുന്നത് എന്താണിപ്പോൾ പ്രശ്നമുണ്ടായത്? രമേശിനും കൂടെ ഉണ്ടായിരുന്നില്ലേ, ഒന്ന് തടഞ്ഞൂടായിരുന്നു സേതുവേട്ടനെ എന്ന് ചോദിക്കാൻ. രമേശൻ പറയുന്നുണ്ട്, ആ സ്ഥലത്ത് റിസോർട്ട് പണിയാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി വന്നിരുന്നു. ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം സേതുവേട്ടൻ കുടിച്ചത്. ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല എന്ന് പറയാം. എന്നാൽ സേതുവേട്ടൻ എന്റെ ബോധം നഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ എന്റെ സന്തോഷം കുടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ. ഗായത്രി പറയുന്നുണ്ട്, മായ പിടിച്ചാത്തോക്കി കൊണ്ട് പോകും, ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ്. അവിടെ മാനസയും ജയൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ. അപ്പോൾ ജാനകി അതിലൂടെ വരുന്നുണ്ട്. ജാനകിയോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ ജാനകി പറയുന്നത്, താനിപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല, ഭാവനയെ സൂര്യ ഭക്ഷണം കഴിക്കാൻ വരട്ടെ, ഞാൻ അവരുടെ കൂടെ കഴിച്ചോളാം എന്ന് പറയാൻ. മാത്രമല്ല ഭാവനയുടെ തലവി എങ്ങനെ നടന്ന ആളാണ്, ഇപ്പോൾ വലിയ കോടീശ്വരിയാണ്. എങ്കിലും അവൾക്ക് അതിന് ഒരു അഹങ്കാരവുമില്ല. ചിലർ അങ്ങനെയല്ല, അല്പം പണം വന്നാൽ അതിന്റെ അഹങ്കാരമായും എടുത്ത് കാണിക്കുക എന്നൊക്കെ ജയ വെച്ചുകൊണ്ട് പറയാൻ. അപ്പോൾ മാനസയും പറയുന്നുണ്ട്, അതെ ഭാവന വേണമെങ്കിൽ ഈ സ്വത്തൊക്കെ അവരുടെ അനിയത്തിമാർക്ക് വേണമെങ്കിൽ എഴുതി കൊടുക്കും എന്നൊക്കെ പറയാം. അപ്പോൾ ജയ പറയും, അതെന്തിനാ അവൾ അങ്ങനെ ചെയ്യുന്നത്? അല്ല, അവളുടെ സ്വഭാവം വെച്ച് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് എന്ന് പറയട്ടെ ജാനകി. എന്നാൽ ജയക്കും അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് കോടീശ്വരി അതിലൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഉണ്ടാകുന്നത്. അങ്ങനെ ജാനകി അകത്തേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് ഭാവന ഗായത്രിയെ ഫോണിൽ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് മോഹനമാമന്റെ വീട്ടിൽ പോയിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ വില്ലനാണ് അമ്മയുടെ അനിയൻ, അത് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ഗായത്രി. ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ, ഭാനുവിന്റെ ജയേഷിന്റെ കല്യാണത്തെക്കുറിച്ച് നമുക്ക് ഒന്നും കൂടി ആലോചിച്ചൂടെ എന്ന്. അപ്പോൾ നീ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്നു ഗായത്രി. എല്ലാം ഞാൻ ബുദ്ധിപൂർവ്വം തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗായത്രി പറയും, എന്തായാലും കുറച്ച് ക്യാഷ് അവർക്ക് കൊടുത്തേക്ക്, പാവങ്ങൾക്ക് കൊടുക്കുന്നത് കരുതിയാൽ മതി എന്ന് പറയാൻ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അവർക്ക് കുറച്ച് കാശൊന്നും അല്ല അമ്മ വേണ്ടത്, അമ്മയുടെ രണ്ടാനമ്മയല്ലേ, അവരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ അവരൊറ്റൊരുത്തിയാണ് ആ വീട് മൊത്തം നിയന്ത്രിക്കുന്നത്. അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് ആ ഭൂമി, അത് കിട്ടിയേ പറ്റൂ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ സൂര്യ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്ന്. തീരെ നിവൃത്തിയില്ലെങ്കിൽ നിയമപരമായിട്ട് തന്നെ നമ്മൾ അവരെ നേരിടും. അപ്പോൾ ഗായത്രി പറയുന്നത്, അത് തന്നെയാണ് മോളെ നല്ലത്, അമ്മ ധൈര്യമായിട്ടിരിക്കും, ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഭാവന ഫോൺ കട്ട് ചെയ്യാണ്. ശേഷം കാണിക്കുന്നത് ജാനകി ഭാവനയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വരികയാണ് കേട്ടോ. മോളെ ഭാവന, നീ എന്താ ഇവിടെ നിൽക്കുന്നത്, വാ ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നുണ്ട്. ഞാൻ വരാൻ വല്യവ, ഞാൻ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. എത്ര പെട്ടെന്നാണ് നമ്മുടെയൊക്കെ ജീവിതം മാറി മറിയുന്നത്. നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പോയിരുന്ന ആളാണ് ഭാനു. അവളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? വെറും ഒരു സ്വത്തിന്റെ പേരിൽ ആ അച്ഛനും മകനും ചേർന്ന് എന്റെ ഭാനുവിന്റെ ജീവിതം വെച്ചല്ലേ കളിച്ചത്. ഇപ്പോൾ അവളുടെ മനസ്സിൽ അത് തീരാ ദുഃഖമായിട്ട് അവശേഷിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് വല്യമ്മേ, ഭാനുവിനെ പോലെ ഒരാളാണ് എൻ്റെ അനിയത്തി ആയതുകൊണ്ട് അവൾ മറ്റു പെൺകുട്ടികളെ പോലെയല്ല, അവൾ നല്ല ബോൾഡാണ്. ജേഷനായാലും അവൻ്റെ അച്ഛനായാലും അവൾ തക്ക മറുപടി കൊടുത്തോളൂ. എങ്കിലും എനിക്ക് പേടിയുണ്ട്, അവർ ഇനി എന്ത് ഭീഷണിയുമായിട്ടാണ് മുന്നോട്ട് വരാൻ പോകുന്നത് എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ജാനകി പറയുന്നത്, മോളെ ഭാവനെ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇനി അഥവാറ്റേ അവൻ പുതിയ അടവുമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം, ഈ വല്യമ്മയുണ്ട് നിങ്ങളോടൊപ്പം. അപ്പോൾ ഭാവന പറയുന്നത്, അതെനിക്കറിയാം, അന്ന് ഞാൻ ലോക്കപ്പിൽ കിടന്ന സമയത്ത് എനിക്ക് കാവലായിട്ട് ഞാൻ അവിടെ കണ്ടത് വല്യച്ഛനെയല്ല, ശരിക്കും എൻ്റെ അച്ഛനെ തന്നെയായിരുന്നു. ഇത് പറയുമ്പോൾ ജാനകിയും ഒന്ന് ഷോക്കാവാൻ കേട്ടോ. എന്താ മോളെ നീ പറഞ്ഞത്? അതെ വല്യമ്മേ, വല്യച്ഛൻ്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട പോലെയാണ്. അത്രക്കും ഒരു അച്ഛൻ്റെ കരുതലും കെയറിങ്ങും വാത്സല്യം എല്ലാം എനിക്കപ്പോൾ ഉണ്ടായിരുന്നു. എന്നെ പുറത്തിറക്കാതെ വല്യച്ഛൻ അവിടെ വിട്ട് പോകില്ല എന്നിവരെ വാശി പിടിച്ചു. അപ്പോഴൊക്കെയാണ് ഞാൻ ശരിക്കും ഒരു അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കുന്നത്. അപ്പോൾ ജാനകിയും പറയുന്നുണ്ട്, അതേ മോളെ, പപ്പേട്ടനെ നീ എന്ന് വെച്ചാൽ ജീവനാണ്. നിനക്ക് അങ്ങനെ ഒരു ആപത്ത് വരുമ്പോൾ പപ്പേട്ടൻ നോക്കിയിരിക്കുമോ? പപ്പേട്ടൻ മാത്രമല്ല, ഈ ഞാനും അങ്ങനെ തന്നെയാണ്. മോൾ ധൈര്യമായിട്ടിരിക്കെ, എന്തിനും ഈ വല്യമ്മ നിന്റെ കൂടെയുണ്ട്. വാ നമുക്ക് ഭക്ഷണം കഴിക്കാൻ, സൂര്യയും വിളിക്ക് എന്ന് പറഞ്ഞ് അവർ താഴേക്ക് പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മോഹൻ ഭാവനയുടെ വീട്ടിലെത്തിയാണ് കേട്ടോ. മോഹൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് മായ കേട്ടോ മുന്നോട്ട് ചെന്നത്. മായ, ചേച്ചി ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്നു. അതേ മാമ, അമ്മ ഇവിടെ ഉണ്ട് എന്ന് മായ പറയാണ്. എന്നിട്ട് അകത്തേക്ക് വിളിക്കാൻ കേട്ടോ. എന്നിട്ട് അവൾ ഗായത്രിയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഗായത്രി അവിടേക്ക് വരികയാണ്. മോഹനെ കണ്ടതും അവർ ഒന്ന് ഷോക്കാവുന്നുണ്ട്. എങ്കിലും അവർ അതെല്ലാം പ്രതീക്ഷിക്കുക തന്നെയായിരുന്നു. എന്താ മോഹന എന്ന് ചോദിക്കുന്നുണ്ട് ഗായത്രി വന്നിട്ട്. ചേച്ചിക്കറിയാമല്ലോ എല്ലാ കാര്യങ്ങളും. അന്ന് ഭാവനയെ ഇറക്കണം എന്ന് പറഞ്ഞ് ചേച്ചി എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ആ സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ചേച്ചിയുടെ പേരിൽ എഴുതി വെച്ച എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിൽ തിരികെ എഴുതണമെന്ന്. അന്ന് ചേച്ചി ആ വാക്ക് പാലിച്ചതുമാണ്. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി മറിഞ്ഞല്ലോ. ഇന്നലെ ഭാവനയും സൂര്യ വന്നപ്പോഴാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അറിയുന്നത്. എന്താ ചേച്ചി വാക്ക് പാലിക്കാൻ തയ്യാറല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഭാവന പറഞ്ഞില്ലേ, അത് തന്നെയാണ് എൻ്റെയും തീരുമാനം. ഇനി നല്ല രീതിയിലാണെങ്കിൽ നിനക്കും ഞാൻ ഒരു ഷെയർ തരും, അതല്ല എങ്കിൽ നീ ഒന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട എന്ന് പറയാൻ കേട്ടോ. അപ്പോഴാണ് ഭാനു അവിടേക്ക് വരുന്നത്. എന്താ ഭാനു, നിന്റെ ജയേഷിൻ്റെയും കാര്യം ഒരു പ്രാവശ്യം കൂടി നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നിനക്ക് സമ്മതമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭാനു ദേഷ്യം കൂടെ അദ്ദേഹത്തിന് മുഖത്തേക്ക് നോക്കാണ്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചത്? എൻ്റെ കരിയർ നശിപ്പിക്കാൻ നോക്കി അവനെ ഇനിയും ഞാൻ വിശ്വസിക്കണം?
അതിലും ഭേദം ഞാൻ ഇല്ലാതാകുന്നതാണ്. ഇനി അവരുമൊത്തൊരു ജീവിതം ഞാൻ ഒരിക്കലും ഈ ജന്മത്തിൽ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അവനെ വെറുപ്പാണ്. നിങ്ങൾ അച്ഛനും മകനും നേർ നടത്തിയ ഡ്രാമയായിരുന്നു ഇതെല്ലാം. അതിൽ ഞാൻ അറിയാതെ ഒന്ന് വീണുപോയി. കാരണം ഞാൻ അവനെ വിശ്വസിച്ചു പോയി, അതുകൊണ്ട് മാത്രം. പക്ഷെ ഇന്നത്തെ ഭാനു അതല്ല. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ഈ ഒരു സ്വത്തിന്റെ പേരിലാണല്ലോ എന്നെ ഇങ്ങനെ അച്ഛനും മകനും ചേർന്ന് ട്രാപ്പിലാക്കിയതും ഈ കളികളെല്ലാം കളിച്ചതും. അതുകൊണ്ട് തന്നെ അമ്മേ, ഒരു തുള്ളി ക്യാഷ് പോലും ഇവർക്ക് കൊടുത്തു പോകരുത്. ഇറക്കി വിടണം ഇവരെ ഇവിടെ നിന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് പോവാൻ ട്ടോ. അതേസമയം അവളുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ജയേഷായിരുന്നു കേട്ടോ. ആ കോൾ കണ്ട് അവൾ വീണ്ടും ഷോക്കാവുകയാണ്.